ഇപ്പോൾ മാത്രമല്ല, കാലാകാലങ്ങളായി തുർക്കിയും റഷ്യയും തമ്മിൽ സഹകരണം തുടരുന്നുണ്ട്. അതിനാൽ റഷ്യക്കെതിരായ നാറ്റോ രാജ്യങ്ങളുടെ ഉപരോധത്തിൽ പങ്കാളിയാവില്ലെന്ന് 2022 തുർക്കി വ്യക്തമാക്കിയിരുന്നു. തുർക്കിയുടെ വാതക ശേഖരത്തിൻ്റെ പകുതിയിലധികവും റഷ്യയിൽ നിന്നാണ്. അതിൻ്റെ അതൃപ്തി കൊണ്ടാവണം റഷ്യയുമായുള്ള തുർക്കിയുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ അമേരിക്ക അനാവശ്യമായി കൈകടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ തുർക്കിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമം. ക്രയവിക്രയങ്ങളിൽ ഇടപെടുക, അക്കൗണ്ടുകൾ മരവിപ്പിക്കുക തുടങ്ങി റഷ്യയിലേക്ക് ചരക്കെത്തിക്കുന്ന തുർക്കിയുടെ കപ്പലുകൾ തടയുന്നതുൾപ്പെടെ അമേരിക്കയുടെ കൈകടത്തൽ അതിരുകടക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയിലെ പ്രധാന അംഗം കൂടിയാണ് തുർക്കി. അമേരിക്കയുടെ അനാവശ്യമായ ഇത്തരം ഇടപെടലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാങ്കിംഗ് ഇടപാടുകൾ അപ്പാടെ താറുമാറായിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും അമേരിക്കയും തുർക്കിയും തമ്മിൽ സാമ്പത്തിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പൗരനായ പാസ്റ്ററെ തുർക്കി തടവിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തുർക്കി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ചാണ് അമേരിക്കൻ പാസ്റ്റർ ആൻഡ്രൂ ബ്രൂൺസനെ തുർക്കി അറസ്റ്റ് ചെയ്തത്. പലതരത്തിലാണ് അമേരിക്ക തുർക്കി റഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചത്. എന്നാൽ അത്തരം സമ്മർദ്ദങ്ങളെയൊന്നും തുർക്കി വകവച്ചിരുന്നില്ല. നേരത്തെ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ വാങ്ങിയതിന് അമേരിക്ക തുർക്കിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിനുള്ള പ്രതികാര നടപടികൾ അമേരിക്ക കടുപ്പിക്കാനിരിക്കെയാണ് അതൊന്നും വകവയ്ക്കാതെ സൈനിക സഹകരണവുമായി തുർക്കി മുന്നോട്ട് പോയത്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായ തുർക്കിയുടെ തീരുമാനത്തിൽ അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് തുർക്കിയുടെ നിലപാട്. പ്രതിരോധ വകുപ്പിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് കൂടാതെ റഷ്യയ്ക്ക് തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ കടന്നുവരാൻ കൂടി ഈ മിസൈൽ വാങ്ങൽ നടപടി വഴിയൊരുക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പേടി. അമേരിക്കയുടെ ഏറെ നാളത്തെ സഖ്യകക്ഷിയായ തുർക്കിയിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേലിൻ്റെ പലസ്തീൻ ആക്രമണത്തിൽ തുർക്കി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്നും തുർക്കി പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരുന്നു. ഇസ്രായേലിൻ്റെ അഹന്തയും കൊള്ളയും ഭരണകൂട ഭീകരതയും അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു പൊതു നിലപാടിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈജിപ്തിനെയും സിറിയയെയും കൂട്ടുപിടിച്ച് മേഖലയിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിരോധമൊരുക്കാനാണ് തുർക്കി ആലോചിക്കുന്നത്. ഇസ്രായേലിനെതിരെയുള്ള തുർക്കിയുടെ ഈ നിലപാട് അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്.